മിന്നൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അമൃതം പൊടി വെച്ചും കൊണ്ടുള്ള ഹോർലിക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും, നല്ല ടേസ്റ്റുമാണ്. നമ്മൾ ഹോർലിക്സ് കുടിക്കണില്ല, അതുപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഒരു കപ്പ് ബദാം നല്ലതുപോലെ കഴുകി കോട്ടൺ തുണി വെച്ച് തുടച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് വറുത്തെടുക്കാം. അപ്പം ഞാനിവിടെ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത്. 250ൻ്റെ ഒരു കപ്പ് ബദാമാണ് എടുത്തിട്ടുള്ളത്. ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ച് കൊടുക്കാം. വെള്ളമൊഴിച്ച് കൊടുക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് കൊടുക്കണം. പിന്നെ നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുത്തതാണല്ലോ, ഫ്ലെയിം കുറച്ചങ്ങാണ്ട് തന്നെ ഉരുക്കി കൊടുക്കണം. അപ്പോൾ അത് ഞാനൊരു ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാരൻ്റെ തരികളെല്ലാം ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, നല്ലതുപോലെ ഉരുകി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ബദാം എടുത്തച്ചിട്ട് കൊടുക്കാം. ബദാം ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മളിട്ട് കൊടുത്ത പഞ്ചസാരയൊക്കെ ഉരുകി പഞ്ചസാര അതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ. അത് കണ്ടോ, തരികളായി വന്നിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ വീണ്ടും ഉരുകി കിട്ടും. അതുവരെ മിക്സ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് റെഡി ആവില്ല, നമ്മളെ ബദാം നല്ലതുപോലെ മൊരിഞ്ഞ് കിട്ടണം. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മളീ പഞ്ചസാരൻ്റെ തരികൾ ഇതെല്ലാം അലിഞ്ഞ് കിട്ടണം. ഇപ്പോൾ നമ്മളെ ബദാമിൻ്റെ കളറുണ്ട്, നല്ലൊരു കളറായി കിട്ടിയിട്ടുണ്ട്. ഇത് നല്ലതുപോലെ മൊരിഞ്ഞ് വരും. ഇങ്ങനെ നമ്മൾ ചെയ്ത് കുപ്പിയിലിട്ട് വെക്കുകയാണെങ്കിൽ കുട്ടികളും കഴിച്ചോളും, കുട്ടികൾക്കും നല്ല ഇഷ്ടമാവും. വീണ്ടും പഞ്ചസാര അലിഞ്ഞിട്ടുണ്ട്. നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഒട്ടിപ്പിടിക്കണ ഒരു പരുവത്തിലാണ് കേട്ടോ. ഇത് കണ്ട ഇടയ്ക്കൊരു പൊട്ടലുണ്ടാവും കേട്ടോ. കണ്ട ബദാം പരിപ്പ് റെഡി ആകുമ്പോൾ ഒരു പൊട്ടേണ്ട സൗണ്ട് ഉണ്ടാവും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ കാണുമ്പോൾ ഒരു ഒട്ടണ പരുവത്തിലാണ്. ഇത് തണുത്ത് കിട്ടുമ്പോൾ നമ്മൾ കയ്യേറ്റ് തന്നെ ഇത് പൊട്ടിച്ചാൽ പൊട്ടി കിട്ടും. ഇതിങ്ങനെ നമ്മൾ കുപ്പിയിലിട്ടാൽ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ നല്ല ഇഷ്ടമാവും ചെയ്യും. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നെയ്യില്ലെങ്കിൽ ബട്ടർ ആയാലും മതി. വെളിച്ചെണ്ണയോ ഓയിലൊന്നും ഒഴിച്ച് കൊടുക്കരുത്. നെയ്യോ ബട്ടറോ ഒഴിച്ച് കൊടുക്കുക. അപ്പം നല്ലൊരു ടേസ്റ്റ് കിട്ടും. നെയ്യ് ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം തീ ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ കട്ട കുത്തിയതൊക്കെ പോയി കിട്ടും. ഇതൊരു പാത്രത്തിലേക്ക് പരത്തിയിട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു അമൃതപ്പൊടിൻ്റെ പാക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാമല്ലോ, കുട്ടികളുള്ള എല്ലാ വീട്ടിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് വെച്ചങ്ങാണ്ട് പല ഐറ്റംസും ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമുക്കിത് പൊട്ടിച്ചെടുക്കാം. നമ്മളത് പൊട്ടിച്ച് പാത്രത്തിലേക്ക് മാറ്റുമ്പോൾ തന്നെ തരിപ്പീരിട്ടങ്ങാണ്ടൊന്ന് അരിച്ചെടുക്കട്ടോ. അപ്പം ഞാനിത് വറുത്തെടുത്തതിൻ്റെ ശേഷമാണ് തരിച്ചെടുക്കേണ്ടത്. അമൃതപ്പൊടി വറുത്തെടുക്കുമ്പോൾ തീ കൂട്ടി കൊടുക്കണ്ട, പെട്ടെന്ന് കരിഞ്ഞു പോകും. കുറച്ച് കൂടുതൽ നേരം സിമ്മിലാക്കിങ്ങാണ്ട് നല്ലതുപോലെ കൈയെടുക്കാതെ മിക്സ് ചെയ്ത് കൊടുക്കുക. അമൃതപ്പൊടി റെഡി ആയിട്ടുണ്ട്. 20 മിനിറ്റിലും കൂടുതലായിട്ടുണ്ട് നമ്മളത് മിക്സ് ചെയ്യാൻ തുടങ്ങിയിട്ടോ. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ റെഡിയായി കിട്ടണം. ഇതൊന്ന് തണുത്ത് കിട്ടണം. ഇത് തണുത്ത് കിട്ടുന്ന സമയം കൊണ്ട് ബദാം പൊടിച്ചെടുക്കുക. ബദാം നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. തണുത്ത് കിട്ടിയപ്പോൾ ഇത് കണ്ടോ, ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. ഇതൊന്ന് ഓരോന്നോരോന്നായി പൊട്ടിച്ചെടുക്കാം. പെട്ടെന്ന് കിട്ടും കേട്ടോ. നമ്മളിത് തണുത്ത് കിട്ടുമ്പോൾ ഇങ്ങനെ പൊട്ടിച്ചാൽ പെട്ടെന്ന് കിട്ടും. ബദാം ഫുള്ള് നമ്മൾ എടുക്കണില്ല, പകുതിയാണ് നമ്മൾ അമൃതപ്പൊടിയൊക്കെ ചേർക്കേണ്ടത്. അതിൻ്റെ പകുതി നമുക്ക് പൊടിച്ചെടുക്കും. അപ്പോൾ അത് പകുതിയാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്കിത് പൊടിച്ചെടുക്കാം. ബദാം പരിപ്പ് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് അമൃതപ്പൊടി ഇട്ടങ്ങാണ്ട് രണ്ടും കൂടി പൊടിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും. കുറച്ച് തരികളുണ്ട് കേട്ടോ. അമൃതപ്പൊടി പകുതി ചേർത്ത് വീണ്ടും അടിച്ചെടുക്കാം. ബാക്കിയുള്ളത് വീണ്ടും നമുക്കിതേപോലെ അടിച്ചെടുക്കാം. അപ്പോൾ ഇത് കേടായി പോകില്ല കേട്ടോ. അത് ഹോർലിക്സിൻ്റെ കാലി കുപ്പി ഉണ്ടാവുമല്ലോ, അതിലേക്ക് ഇട്ട് സൂക്ഷിച്ച് വെക്കട്ടെ. നമുക്ക് എപ്പോഴാണ് വേണ്ടത് അപ്പോഴൊക്കെ കലക്കി കുടിക്കുക. കുട്ടികൾക്കായാലും
മുതിർന്നവർക്കായാലൊക്കെ കുടിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. 2 വട്ടമായി ഫുള്ളായി നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു തരിപ്പയിലിട്ടങ്ങാണ്ട് ഒന്ന് തരിച്ചെടുക്കുക. ഇതാ ഫുള്ളായിട്ട് തരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. തരിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. 2 വട്ടമായാണ് തരിച്ചെടുത്തിട്ടുള്ളത്. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ പാൽപ്പൊടി ചേർത്തിങ്ങാണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അമൃതപ്പൊടിയിൽ കൂടുതലും ഗോതമ്പത്തിൻ്റെ തരികളുണ്ടാവും. അപ്പോൾ നമ്മളൊന്ന് തരിച്ചെടുക്കേണ്ടതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ തരിച്ചതൊരു പാത്രത്തിലേക്ക് മാറ്റി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ബദാം പരിപ്പൊക്കെ ചേർത്തിയതാണല്ലോ. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ പാൽപ്പൊടി ചേർത്തി കൊടുക്കട്ടെ. അപ്പം ഞാനിവിടെ പാൽപ്പൊടി ചേർക്കണില്ല. ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കുമ്പോൾ നമുക്ക് പാലോ പാൽപ്പൊടിയോ ചേർത്തി കൊടുക്കാം. 1 കപ്പ് ഹോർലിക്സ് ഉണ്ടാക്കാൻ ഞാനിവിടെ 2 ടീസ്പൂൺ അമൃതപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. 1 ടീസ്പൂൺ പാൽപ്പൊടിയും ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർക്കുന്നുണ്ട്. മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറക്കും ചെയ്യട്ടെ. നമ്മൾ അമൃതപ്പൊടി മധുരമുള്ളതാണ്. അപ്പോൾ മധുരം കുറക്കണമെങ്കിൽ കുറക്കട്ടെ, കൂട്ടണമെങ്കിൽ കൂട്ടും ചെയ്യാം. ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര നമ്മൾ കപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പകുതി വെള്ളം ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഹോർലിക്സ് കലക്കണം അതേപോലെ തന്നെ നമ്മൾ പകുതി വെള്ളം ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുമല്ലോ, കട്ട ഇല്ലാതിരിക്കാൻ. അപ്പോൾ അതുപോലെ ചെയ്യുക. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇത് കണ്ടോ, നല്ലൊരു ഹോർലിക്സ് തന്നെയാണ് കേട്ടോ. പാലോ പാൽപ്പൊടിയോ കൂടുതൽ ചേർക്കണമെങ്കിൽ ചേർക്കട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറക്കും ചെയ്യുക. അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളിതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ കുട്ടികൾക്കും നല്ല ഇഷ്ടമാകും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. കണ്ടിട്ട് നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അമൃതപ്പൊടി കൊണ്ടുള്ള ഹോർലിക്സ് നിങ്ങൾ 1 വട്ടമെങ്കിലും കുടിച്ച് നോക്കണം. കുടിച്ചാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കുടിക്കും. അത്രയും ടേസ്റ്റാണ് കേട്ടോ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.